Game on! Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. നിന്റെ ഈ പാർട്ടി വളരെയധികം ഗംഭീരമായിട്ടുണ്ടല്ലോ. വന്നതിന് നന്ദിയുണ്ട് ഗൈസ്. വാവ്, ഇത്രയധികം കേക്കുകളോ? ആഹാ, പൈനാപ്പിൾ ഷേപ്പിലുള്ള കേക്ക്, വലിയ നാരങ്ങയുടെ ഷേപ്പിലുള്ള കേക്ക്, അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവിടെ മുളകിന്റെ ഷേപ്പിലുള്ള കേക്ക് ഉണ്ടല്ലോ, കൊള്ളാം. പോപ്പട്ടെ, നേരത്തെ നീ എരിവുള്ള മുളക് മാത്രമേ കഴിച്ചിരുന്നത്. ഇതിപ്പോ മധുരമുള്ള മുളക് കഴിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. അത് വെറുതെ കളയണ്ട. ആഹാ, ശരിയാ നീ പറഞ്ഞത്. നിനക്കിപ്പോ എന്നോട് ഇത്രയും സ്നേഹം തോന്നിയല്ലോ. അയ്യപ്പ, എനിക്ക് നിന്നോട് ഇത്ര നാൾ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? സോറി, ഞാൻ വിചാരിച്ചത് സ്നേഹം ഉണ്ടായിരുന്നെന്നാ. അയ്യോ, അയ്യോ, എന്താ പറ്റിയത്? കൂട്ടുകാരെ, ഞാനിവിടെ മുളകിന്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടായിരുന്നോ? അതെവിടെ പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിക്ക്, എന്നാ പിടിച്ചോ. ഹേയ്, ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കെറ്റിയവളുടെ പാർട്ടിയിൽ ഇൻസ്പെക്ടർ പാണ്ഡ, നന്ദു, പിന്നെ ഹണിമണിയും വിളിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്നെ മാത്രം വിളിച്ചില്ല. ഹലോ, എന്റെ എല്ലാ ഫാൻസിനും ഹലോ. ഞാൻ എത്ര ലക്കിയാണ്. കിറ്റി ഇന്നവളുടെ വീട്ടിലെ പാർട്ടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പാർട്ടിയിലേക്ക് കിറ്റി അവളുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ പാർട്ടിയിൽ ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പാർട്ടിയുടെ ചെറിയൊരു ട്രെയിലർ കാണിച്ചു തരാം. എന്താ നോക്കൂ. നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു അടിപൊളി പാർട്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെ ഞാൻ കൂടുതൽ വീഡിയോസ് കാണിക്കാം. ആരാണോ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്നത് അവർക്ക് ഇത് സമ്മാനമായിട്ട് കിട്ടും. കാരണം നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടാവല്ലോ അല്ലേ? കാര്യം നിങ്ങൾക്ക് ഈ പാർട്ടി മിസ്സായി പോയില്ലേ? കന്യാ സാർ എന്റെ ബൈക്കിലാണ് പാർട്ടിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയത്. എന്നെയും കൂട്ടി സിറ്റി മുഴുവൻ അദ്ദേഹം കറങ്ങി. എന്നിട്ട് പാർട്ടിക്ക് മാത്രം കിറ്റി എന്നെ വിളിച്ചില്ല. പിന്നൊരു കാര്യം, നിങ്ങൾ ഇതിൽ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. കിറ്റിയുമായി നല്ല സൗഹൃദത്തിലാവൂ. അവൾ ഉറപ്പായിട്ടും അടുത്ത പാർട്ടിക്ക് നിങ്ങളെ വിളിക്കും. ഏയ്, ഞാൻ നിന്നെ ഓഫ് ആക്കിയതല്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വീണ്ടും നീ ഓൺ ആയതാണോ? നീ എന്റെ ടിവി ആണോ അതോ ഹണിബണിയുടെ ടിവി ആണോ? എനിക്ക് പാർട്ടി എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവന്മാരെ ഞാൻ എൻജോയ് ചെയ്യാൻ വിടില്ല. വാവ്, നല്ല മധുരമുള്ള ഗുലാബ് ജാമായിരുന്നു. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്നത്തെ ദിവസം മധുരം കഴിക്കാനുള്ള യോഗമില്ലെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഈ ലൈറ്റ് എന്താ പറ്റിയേ സർ? സർ കറണ്ട് ബില്ല് അടച്ചിട്ടില്ലായിരുന്നോ? രാവിലെ എടുത്ത പാല് കേടായിരുന്നു. കിറ്റി, ഞാൻ കറണ്ട് ബില്ല് ഇന്നലെ തന്നെ അടച്ചായിരുന്നു. ആരും പേടിക്കണ്ട, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്.
Game against the same. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോസ്റ്റിൽ ഉടൻ കയറണം. ബണ്ണി ആരാണത്? കസ്റ്റമർ കെയർ ചെയ്യുന്ന കരണ്ട് വരുത്താനുള്ള പോംവഴി പറഞ്ഞു തന്നതാണേ. ഇനി പോസ്റ്റിന് താഴേക്ക് ഇറങ്ങൂ. ഇനി മുകളിലേക്ക് കയറൂ. ഇനി താഴേക്ക് ഇറങ്ങൂ. ഇനി മൂക്കിന്റെ ഒരു ദ്വാരം അടച്ചിട്ട് മറ്റു ദ്വാരത്തിലൂടെ ശ്വാസം വലിക്കേ. ഇനി വയറിന് അകത്തേക്ക് പുറത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കേ. ഇതും കരണ്ടുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾക്ക് ലൈറ്റ് അല്ലേ വേണ്ടത്? അതുകൊണ്ട് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നും. ഞാനൊരു തമാശ പറഞ്ഞതാ. പോസ്റ്റിലേക്ക് കേറൂ. ഇനി മഞ്ഞവറിന് നീലയുമായി കണക്ട് ചെയ്യ്. ഇനി പച്ചയുമായി കണക്ട് ചെയ്യ്. ഇപ്പൊ വയറ് വലുതായില്ലേ? ഇനി എന്താ പട്ടം കെട്ടി പറപ്പിക്ക്. എന്താ? ഞാനൊരു തമാശ പറഞ്ഞതാ. കറണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് തമാശ പറഞ്ഞ് ടൈം പാസ് ചെയ്യാന്ന് കരുതി. നിങ്ങളൊന്നും ചെയ്യണ്ട, ലൈറ്റിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എല്ലാരും ഞാൻ പറയുന്ന കേൾക്ക്. ഇവിടെയുള്ള മുഴുവൻ കണ്ണാടികളും ഇങ്ങ് എടുത്തോണ്ട് വാ. ഐഡിയ കണ്ണ സാറേ, ഇനി ടോർച്ചുകൾ വേണം. വാവ് ബണ്ണി, ഈ ഡിസ്കോ ലൈറ്റിന്റെ ഐഡിയ വളരെ അടിപൊളിയായിട്ടുണ്ട്. കറണ്ട് പോയത് എന്തായാലും വളരെ നന്നായി. ഇനി മറ്റെന്തെങ്കിലും വഴി ആലോചിക്കേണ്ടി വരും. വയറ്റിൽ നിന്ന് ഗുളുഗുളു സൗണ്ട് വരുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഇത് കൊള്ളാലോ, നല്ല ഫാസ്റ്റ് സർവീസ് ആണല്ലോ. ഓർഡർ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചപ്പോഴേക്കും ദാ ഡെലിവറി ബോയ് ഇങ്ങ് എത്തി. ഇതാ സാറേ സാറിന്റെ ഓർഡർ. അല്ല, ഭക്ഷണം ആരാ ഓർഡർ ചെയ്തത് ഹണി? ആരും ചെയ്തില്ല, തന്നെത്താനെ വന്നതാ. കൊള്ളാം. ഞാൻ പാർട്ടിയില് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നതായിരുന്നു. എന്നാൽ ഇവിടെ പാർട്ടിക്ക് തന്നെ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടിയല്ലോ. സംശയമുണ്ടോ? എന്റെ ചെറിയമ്മയുടെ മകളുടെ പേരാണ് കുട്ടിമാളു. ആർക്കൊക്കെയാണ് വിശക്കുന്നത് അവരൊക്കെ കഴിച്ചോളൂ. ഇവർക്ക് വിശക്കുന്നുണ്ടാവും, എനിക്ക് വിശക്കുന്നില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. ശരി പിള്ളേരെ, എന്നാ പിന്നെ നിങ്ങളൊക്കെ കഴിച്ചോ. അതെന്തായാലും കലക്കി. ഞാൻ ഭക്ഷണത്തിൽ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ മസാല കാരണം പോപ്പം ദം ബിരിയാണി ആയിട്ടുണ്ടാവും. പിന്നെ ട്രക്കി ചപ്പാത്തിയും കുറ തന്തൂരിയുമാകും. ഇത് കഴിക്കുന്നതോടെ എല്ലാരും വാഹനങ്ങളെ പോലെ പെരുമാറാൻ തുടങ്ങും. തിരുമലക്ക് 2 ടിക്കറ്റ്. ഡ്രൈവർ വണ്ടി പോട്ടെ. ഓക്കെ കണ്ടക്ടർ. കിടിയണേ കേക്ക്. ചുക് 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 ടബട്ടബ ചുക് 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 ടബട്ടബ. എന്തായാലും കിട്ടി 4 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ചുക് 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 ടബട്ടബ ചുക് 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 ടബട്ടബ. അതിന് മുന്നിലും 2 വാതിൽ പുറകിലുമുണ്ട്. 2 വാതിൽ താഴെയായിട്ടും 2 വാതിൽ മുകളിലായിട്ടും. കാർബേറ്ററിൽ അഴുക്ക് മൊത്തം തടഞ്ഞിരിക്കുവായിരുന്നു. വരൂ, വന്നിരുന്നട്ടെ. നല്ല രസമുണ്ട്. ഒരു ടിക്കറ്റ് തന്നെ 4 ട്രാൻസ്പോർട്ട് ഞാൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെ ഭായ്, ഞാൻ ഇതുപോലത്തെ പാർട്ടി ഇതുവരെ കണ്ടിട്ടേയില്ല. All thanks to Honey, Bunny, Soda and Puppet. ഇവരുടെ ഈ ട്രാൻസ്പോർട്ട് ആക്ടിംഗ് ഐഡിയ എല്ലാവരെയും അത്ഭുതമാക്കി കളഞ്ഞു. അല്ല,
ഈ ഡെലിവറി ബോയ് സണ്ണിയുടെ മാസ്കും വെച്ച് പാർട്ടിയിൽ വന്നിരിക്കുന്നത് എന്തിനാ? ഇത് സണ്ണി തന്നെയാ വെല്ലുവിളിയാ. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. ഈ പാർട്ടി കുളവാക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് മസാല ചേർത്ത ഭക്ഷണമാ ഇവൻ നമുക്ക് തന്നത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞതും പിന്നെ ഓടാൻ തുടങ്ങിയതും. ഹാ? സണ്ണി, നീയാണെങ്കിൽ പാർട്ടിക്ക് വന്നതുമില്ല, എന്നിട്ട് പാർട്ടി കൊളവാക്കാൻ ഓരോന്ന് ചെയ്യുന്നു. കിറ്റി, ക്ഷണിക്കാതെ ഞാൻ എന്റെ വീട്ടിൽ പോലും കയറി ചെല്ലാറില്ല. അപ്പൊ പിന്നെ ക്ഷണിക്കാതെ ഞാൻ എങ്ങനെയാ എന്റെ പാർട്ടിക്ക് വരുന്നത്? ഇപ്പൊ നീ ക്ഷണിക്കാതല്ലേ വന്നത്? സംശയമുണ്ടോ? കിറ്റി നിന്നെ വിളിച്ചിട്ടുണ്ടാവും. മെസ്സേജ് അയച്ച സമയത്ത് ചിലപ്പോ ഇന്റർനെറ്റ് ഉണ്ടായി കാണില്ല. ടെലിഫോൺ ലൈൻ കട്ടായ സമയത്തായിരിക്കും ചിലപ്പോ ഫോൺ ചെയ്തത്. കിറ്റി അത്ര വലിയ ക്രൂരായിട്ടുള്ള പൂച്ചയൊന്നും അല്ല. ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്തതാ സണ്ണി. ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചതാ. ദേ നോക്ക്, കം ടു മൈ പാർട്ടി. സെൻഡ് ടു 99811 സണ്ണി. പക്ഷെ എന്റെ നമ്പർ 892222 സണ്ണിയാണ്. ആ? ഓ, ഓ. അപ്പൊ ഞാനാണ് തെറ്റായ നമ്പറിൽ ഇൻവൈറ്റ് അയച്ചത്. സോറി സണ്ണി, ഐ ആം വെരി സോറി. വേണ്ട, സോറി പറയേണ്ടത് ഞാനാണ്. കിട്ടി, നീ എന്നെ പാർട്ടിക്ക് വിളിക്കാൻ മറന്നുപോയെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യമല്ലാതെ എടുത്തു ചാടിയത്. കിറ്റിയുടെ പാർട്ടിയിൽ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറും. ഞങ്ങളെല്ലാരും നിന്നെ ഞങ്ങൾ ക്ഷമിച്ചു. ക്ഷമിച്ചിരിക്കുന്നു. അത് ശരി. അപ്പൊ എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ? എനിക്ക് സോഫയിൽ കയറി ഡാൻസ് ചെയ്യാൻ പറ്റുമോ? എല്ലാരും നിർബന്ധിച്ച് മാംഗോ ജ്യൂസ് കുടിപ്പിക്കും ഞാൻ. എല്ലാരെയും പൊക്കി ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടും. യൂ